സ്മിത, ഈ ഇപ്പൊ നമ്മളോട് സംസാരിച്ച ഇപ്പൊ നമ്മുടെ ഈ ചാനലിലെ പ്രോഗ്രാം ഹെഡ് ആയിട്ടുള്ള ആളുടെ എത്രയോ വർഷങ്ങളായിട്ടുള്ള ബന്ധം, കുറെ ആളുകളായിട്ടുള്ള ഈ ബന്ധങ്ങൾ, അതായത് ഈ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന റിലേഷൻഷിപ്പ് വളരെ വാമത്തോടു കൂടി നിലനിർത്തുന്ന ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇതൊരു എവരിവണിനെ പ്ലീസ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, ആളുകളെ പ്രീതിപ്പെടുത്തുക, ആളുകളെ എപ്പോഴും ഹാപ്പി ആക്കി അവരോട് സന്തോഷം മാത്രം പറയുന്ന ഒരാള്. അത് എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? ഞാനോ? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഞാൻ പ്ലീസ് അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഇവിടെ ഉള്ളത് ഭയങ്കര കോണ്ടാക്ട്സ് ഉണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ എനിക്ക് നല്ല രീതിയിലുള്ള കോണ്ടാക്ട്സ് ഉണ്ട്. സിനിമയിലാണേലും ഈ ഫീൽഡിലാണേലും. കാരണം 2010 തൊട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. പക്ഷെ ഇന്നേ വരെ എനിക്കൊരു സിനിമ അങ്ങനെ ഒരാളുടെ പുറകെ നടന്ന് എനിക്കത് തരണം അറിയാലോ, ഒരു 10 പ്രാവശ്യം കണ്ടിന്യൂസ് അയച്ചാൽ ചിലപ്പോ പണ്ടാരെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇല്ല, അങ്ങനെ തരൂല്ലേ. അങ്ങനെ അത്രയും നല്ല സിനിമകൾ ചെയ്യുന്ന ആൾക്കാർ എനിക്ക് ഫ്രണ്ട്സ് ആണിപ്പോ. എൻ്റെ അടുത്ത് പലരും പറയും, സ്മിത നിനക്ക് ഇത്രയും ആൾക്കാരെ അറിയില്ലേ, നിനക്ക് ചോദിച്ചുകൂടെ, ചോദിച്ചു. ഇപ്പം വലിയ വലിയ സിനിമകൾ ചെയ്യുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും പ്രൊഡക്ഷനിലുള്ളവരും ലൈൻ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല. ഇപ്പൊ സുമേഷ് ഏട്ടനെ എത്ര വർഷമായിട്ട് അറിയാം. സിനിമയുടെ കാര്യം ചോദിച്ചില്ല, ഞാൻ ചെയ്യേണ്ടതാണ് എനിക്ക് തന്നെ വരുന്നൊരു വിശ്വാസമുണ്ട്. നമ്മൾ എത്ര പുറകെ പോയി ഞാൻ എപ്പോഴും ഒന്ന് നഷ്ടപ്പെടുത്തി മറ്റവന്റെ പുറകെ ഞാൻ പോവില്ല. കാരണം അത് ഡ്രീമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ ഒരിക്കലും അങ്ങനെ പറയാം. കാരണം ജോലി വരെ ഉപേക്ഷിച്ച് സിനിമയുടെ പുറകെ നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എൻ്റെ കംഫർട്ട് കാരണം എനിക്കൊരു ഡെയിലി ലൈഫ് കൊണ്ടുപോകാൻ, എനിക്കൊരു മന്ത് കൊണ്ടുപോകണമെങ്കിൽ ചിലപ്പോൾ ഇതാണ് എൻ്റെ പ്രൊഫഷൻ. ആ ഒരു സാധനം നഷ്ടപ്പെടുത്തി എനിക്ക് മറ്റവന്റെ പുറകെ പോയി അതും ഇല്ല ഇതും ഇല്ലാണ്ടാക്കാൻ എനിക്ക് താല്പര്യം വന്നാൽ ഞാൻ എപ്പോഴും പറയും, ആർക്കും എപ്പോഴും ഒരു കംഫർട്ട് സോണിലാണ്. ഞാൻ അങ്ങനെയാണ്, കാരണം ഞാൻ ശീലിച്ചു വന്നത് അങ്ങനെയാണ്. ഒരു മന്ത്ലി ഒരു 2 സീരിയൽ ഞാൻ ചെയ്ത് അങ്ങനെ ശീലിച്ചു വന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് മന്ത്ലി ആകുമ്പോൾ ഒരു 10 days 5 days എന്ന് മാത്രമേ ഞാൻ വീട്ടിൽ നിൽക്കുന്നുള്ളൂ. അത് ബ്രേക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. അല്ല, അതും ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല. സോ ഞാൻ അതിന്റെ പുറകെ എനിക്ക് കിട്ടിയാൽ ചെയ്യും. പക്ഷെ എനിക്ക് അതിനുവേണ്ടി അവൻ എഫേർട്ട് ഒന്നും ഇടൂല. ഞാൻ പക്ഷെ ഇടും കേട്ടോ, ഞാൻ ശ്രമിക്കും. സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കും. എന്ത് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ കിക്ക് ബോക്സിംഗ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നതാണോ? എന്തൊക്കെയാണ് സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുള്ളത്? എനിക്ക് അങ്ങനെ കിക്ക് ബോക്സ് എല്ലാത്തിനും ആഗ്രഹമാണ്. ഡാൻസ് പഠിക്കണം, ടൈം വെറുതെ കളയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അല്ലെ പുതിയൊരു ലാംഗ്വേജ് പഠിക്കണമെന്ന് ആഗ്രഹമാണ്. അല്ലെങ്കിൽ ഒന്നും പഠിച്ചില്ല, പഠിക്കണം പലതും പറ്റുന്നില്ല. ഒന്നാമത് മോനുണ്ട്, പിന്നെ അതിന്റെ ഇടയ്ക്ക് ആഗ്രഹിക്കും ഇവനെ ഞാനൊന്നും ചെയ്യിപ്പിച്ചില്ലല്ലോ, 9 വയസ്സായി. പിന്നെ ഇപ്പൊ ഫുട്ബോളിന് ചേർത്തിട്ടുണ്ട്, അന്നെല്ലാം ഡാൻസ് പഠിപ്പിക്കണം, വേറെ എന്തെങ്കിലും ഡ്രംസ് പഠിപ്പിക്കണം, ഇതെല്ലാം ആഗ്രഹമാണ്. പക്ഷെ എനിക്ക് സമയമില്ല. ഇതെല്ലാം കുട്ടിക്ക് പഠിക്കുന്ന സമയം വേണ്ടേ? സ്കൂളിൽ പോകണം, സ്കൂളിൽ പോയിട്ട് വന്ന് ട്യൂഷനും പോകണം. ട്യൂഷനൊന്നും പോകുന്നില്ല ഇപ്പൊ, പോകുന്നില്ല. ഇപ്പൊ നമ്മൾ പറയുന്ന വിഷയമായിട്ടൊന്നും ബന്ധമില്ലെങ്കിലും കുറെ നേരത്തിന് ബോധർ ചെയ്യുന്നോണ്ട് ഞാൻ ചോദിക്കുക, ശരിക്കും ഈ ഇയർ റിംഗ്സ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ടാസ്ക് ആണോ? ഒന്നുമില്ല, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്കിത് 8-9 വർഷമായി, ഇനിയിപ്പോ കെട്ടിയിട്ട് വലിച്ചാലും ഒന്നും ആവില്ല. ഇതെങ്ങനെ വേദനിക്കുക അങ്ങനൊന്നുമില്ല അല്ലേ? ഇതൊക്കെ ആരാ പറയുന്നത് ഇങ്ങനെ? അല്ല, ചരിഞ്ഞു കിടക്കുമ്പോ പില്ലോയിൽ കിടക്കുമ്പോ പെയിൻ ആവില്ലേ? ഒന്നും ആവില്ല, എനിക്കാകാറുണ്ട്. ഒന്നും ആവില്ല. ഇത് എങ്ങനെ ഇതിനോടുള്ള ഇഷ്ടം വന്ന് ഇങ്ങനെ പിയേഴ്സ് ചെയ്യണം? അല്ല, ഇത് എന്ന് പറയുന്ന സാധനം ഒരു ബംഗാളി മെയിൽസ് യൂസ് ചെയ്യുന്നതാണ് ബുഗാഡി. അതിപ്പോ ഒരു ഫേമസ് ആയി. പണ്ടത്തെ ബുഗാഡി ഇത്ര വലിപ്പം ഉണ്ടാവും മെയിൽസ് ഇട്ടോണ്ടിരുന്നത്. അപ്പം ആ ബുഗാഡി എനിക്ക് പണ്ടേ അതെനിക്ക് ഇൻഫ്ലുവൻസ് ആയത് ചിത്ര ഷെനോയ്, പ്രൊഡ്യൂസറും ആക്ട്രസ് ഒക്കെ ആയിട്ടുള്ള ചിത്ര ഷെനോയ് ചേച്ചിയെ കണ്ടിട്ടാണ് എനിക്ക് 9 years ബാക്ക് ഞാനിത് ചെയ്യുന്നത്. പിന്നെ ഓരോരോ ട്രെൻഡ് അനുസരിച്ച് ഞാൻ ഓരോരോന്ന് മാറ്റി യൂസ് ചെയ്യും. ജുവൽസിൽ അങ്ങനെ ഇല്ല, എല്ലാം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സിൽവറും ഗോൾഡ് എല്ലാം എനിക്ക് വേറെ യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇതിനകത്തുള്ളത് എനിക്ക് എന്റെ ബഡ്ജറ്റിനനുസരിച്ച് മാറ്റി എനിക്ക് റിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ അങ്ങനെ ഓരോന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നേരത്തെ മോഹൻലാൽ സാർ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോരോ ക്രേസ് ഉള്ളത് പോലെ എനിക്ക് ജുവൽസ് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് അങ്ങനെ ഭയങ്കര എനിക്കങ്ങനെ ഗോൾഡ് ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല, എനിക്കിഷ്ടമല്ല. ഇടുന്നത് എന്താ പറയാ, ഡയമണ്ട്സ് ഒക്കെ ഇടത്തുള്ളൂ. ഞാൻ ഭയങ്കര ഇതാണെന്നല്ല പറയുന്നത്, മേടിക്കുവാണെങ്കിൽ അങ്ങനത്തെ മേടിക്കും. യെല്ലോ കളറ്
ഇതുപോലൊന്നും എനിക്കിഷ്ടമല്ല. ഓക്കെ യെല്ലോ കളറൊന്നും. ഈ കാർട്ടിന്റെ റോസ് ഗോൾഡ് ബ്രേസ്ലെറ്റ് അങ്ങനെയൊക്കെ. കൈ കിടക്കുന്നെല്ലാം മൈക്കിൾ കോഴ്സാ കിടക്കുന്നത്. ഫുൾ മൈക്കിൾ കോഴ്സാ. ഇനി അത് അടുത്ത റോള് വരാൻ വേണ്ടി അതെ, കയ്യിൽ ഫുൾ മൈക്കിൾ കോഴ്സാ കിടക്കുന്നത്. മേടിക്കുന്ന സാധനം ഞാൻ നല്ലത് മേടിക്കും. ഇപ്പം കോപ്പി ആണേലും ഇത് മേടിച്ച കുറച്ച് കഴിയുമ്പോ കളറൊക്കെ പോവൊക്കെ. ഇതിപ്പോ ഞാൻ പണ്ട് US പോയപ്പോ മേടിച്ചതാ. എത്ര വർഷമായി കാണും? 15 വർഷമായി. കണ്ടോ അതേപോലെ അതേപോലെ ഉണ്ട്. കണ്ടോ അത് പോയിട്ടില്ല. അപ്പൊ എനിക്കൊരു മൈക്കിൾ കോഴ്സിന്റെ സാധനം മേടിച്ചാൽ കളർ പോകൂല എന്ന് എനിക്കറിയാലോ ഇപ്പൊ. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്യും. ഞാൻ എല്ലാരെയും ഒബ്സർവ് ചെയ്യും. ഇങ്ങനെ ഓരോരുത്തരും എന്താ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഏത് വാച്ച് അവരിട്ടത്, ഏതാ അങ്ങനെ ഏത് ഡ്രസ്സിൻ്റെ കൂടെ എങ്ങനത്തെ അവരിടുന്നത് എല്ലാം നോക്കി നോക്കി ഞാൻ പഠിച്ചാണ് എനിക്ക് കുറച്ചെങ്കിലും ഫാഷൻ സെൻസ് ഉള്ളത്. കാരണം നമ്മള് പത്തനംതിട്ടയില് എല്ലാരും എൻ്റെ അടുത്ത് ചോദിക്കും, സ്മിത എങ്ങനെയാണ് ഇത്രയും നല്ല സാരി ബ്ലൗസ് അതിനനുസരിച്ചുള്ള ഇതെല്ലാം ഇടുന്നത്. സ്റ്റൈല് അത് പ്രത്യേകമായിട്ട് എല്ലാരും ചോദിക്കാറുണ്ട്. അതപ്പോ ഞാൻ ഇങ്ങനെ നോക്കി വായിക്കും, കാണും. ഇങ്ങനെ ഒരു മാഗസീൻസ് ആയാലും ഒരു പോസ്റ്റ് ഒക്കെ ആയാലും ഭയങ്കരമായിട്ട് സൂം ചെയ്ത് അതിന്റെ ക്യാപ്ഷൻ നോക്കി എല്ലാം നോക്കും. പെയർ ചെയ്തിരിക്കുന്നത് അതൊക്കെ അതൊരു ഇൻട്രസ്റ്റും കൂടെ വേണം. ഏതൊരു ഒരു ക്യാമറയില് ഒരു മേക്കപ്പ് ആയാലും അതിനോടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ പുതിയ അപ്ഡേഷൻസും പുതിയ പുതിയ ട്രെൻഡ്സ്. ഇന്ന് ഈ റെഡ് ഇടുന്നെന്ന് വെച്ചോ, ഞാൻ പിൻട്രസ്റ്റിലാണെങ്കിലും പോയിട്ട് നോക്കും റെഡിന്റെ കോമ്പിനേഷൻ എന്താണ്, കോൺട്രാസ്റ്റ് എന്താണ്, അതിന് എന്തിടും. ഇന്ന് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇന്നലെ വണ്ടർലയിൽ കൊണ്ടുപോയി ടാനൊക്കെ അടിച്ച് കൊളായിട്ടിരിക്കും. അപ്പോ അങ്ങനെല്ലാം നോക്കും. എത്ര ഡയമണ്ട് ശേഖരം ഉണ്ട് ശരിക്കും? അയ്യോ ഒന്നുമില്ല, ഇതേ ഉള്ളൂ, വേറൊന്നും ഇല്ല. അപ്പൊ പോയി ഇല്ല ഒന്നുമില്ല. എന്റെ കള്ളന്മാരും ഒന്ന് എടുത്തോണ്ട് പോകും. എന്റെ വീട് എല്ലാവർക്കും അറിയാം അല്ലേ. സീരിയലില് ഇപ്പൊ നമ്മളൊരു നെഗറ്റീവ് വേഷം ചെയ്ത് വർക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അത് തന്നെ കിട്ടുക. പറഞ്ഞില്ലേ ഞാൻ 13 വർഷമായി, 12 ഞാൻ ചെയ്ത 7 സീരിയലും ഞാൻ നെഗറ്റീവാ ചെയ്തത്. ഏഷ്യനെറ്റിൽ ഞാൻ 3 കഴിഞ്ഞ ദിവസം ഞാൻ ആർക്കോ പിക്ചർ അയച്ചെടുത്തു, ഓ ഈ കുട്ടിക്ക് നെഗറ്റീവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞു. എനിക്ക് നെഗറ്റീവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു സർക്കാർ ജോലി പോലെയാണല്ലേ കൊടുത്തിരിക്കുകയാണ്. ഈ പഠിച്ചവന് ഇതാണ് അവന്. ചിലപ്പോ മിഡിൽ ഏജ് വില്ലൻ ആവാം, ഹൈ ക്ലാസ് വില്ലൻ ആവാം. ആ റേഞ്ച് ഒക്കെ ഓരോ സീരിയലിന്റെ. പക്ഷെ എന്നെ മാറ്റാൻ പറ്റൂല ക്യാരക്ടർ. എന്നെ മാറ്റാൻ പാവമാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നീ അല്ലേ പറഞ്ഞ മുമ്പ് എന്നെ എന്ത് വേണേലും ആക്കാം. പക്ഷെ ആവോ? ഞാനായിട്ടുണ്ട്. ആ സീരിയൽ ഇറങ്ങിയില്ല മഴവിൽ മനോരമയില്, അതുകൊണ്ടായിരിക്കും ഇറങ്ങാത്തത്. പക്ഷെ ആ മുകുന്ദൻ ചേട്ടന്റെ വൈഫായിട്ടായിരുന്നു ഞാൻ. പാവം മുടിയൊക്കെ നല്ല വിഗൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് അവർക്ക് ആ ഫോട്ടോ അയച്ചു കൊടുക്കണം. ഞങ്ങൾക്ക് പാവമാവാൻ പറ്റും.